അപ്പോൾ അടുത്ത നമ്മളോടുള്ളത് അദ്വൈതാണ്. 500-നകത്ത് റാങ്ക് വാങ്ങിച്ച നമ്മുടെ ഒരു ജേതാക്കളിൽ ഒരാളാണ്. അദ്വൈത് ഒരുപാട് സ്റ്റുഡൻസിനെ, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ബിടെക് പഠിക്കുമ്പോൾ പല സബ്ജക്ട്സിനും ക്ലാരിറ്റി ഇല്ല, എന്നാൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നും സ്പെഷ്യലൈസ് ചെയ്യണമെന്നും കൃത്യമായ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. തന്നെ നമുക്ക് മുന്നോട്ട് പഠിക്കണം, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം, നല്ലൊരു കോർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണം. പക്ഷേ ബിടെക് പഠിച്ചപ്പോൾ സംഭവം സബ്ജക്ട്സ് ഒന്നും കിട്ടിയില്ല, ഫൗണ്ടേഷൻ ഇല്ല, സബ്ജക്ട്സിനെ പറ്റി ഐഡിയ ഇല്ല, ഒരു കണക്ഷനും ഇല്ല. പക്ഷെ പഠിക്കണം അല്ലേ, അതിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസ്, ഈവൻ ജൂനിയേഴ്സ് ഉണ്ടാവും അല്ലേ, ഇവിടെ ലെവലിലുള്ള ഒരുപാട് ആൾക്കാരത് കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഈ ഗേറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്? ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ അത്ര പരിചയം കാര്യം, നമ്മൾ അത്ര എല്ലായിടത്തും ആവറേജ് ആയിരുന്നു. അപ്പം ബേസ് ഒപ്പം കോർ സബ്ജക്ട്സ് ഒന്നും അത്ര തറവല്ലായിരുന്നു. 8 ദിവസം തൊട്ടാണെങ്കിൽ ഒട്ടും തറവല്ലായിരുന്നു. അപ്പം ആദ്യമേ എനിക്കറിയാമല്ലോ, അപ്പം ഒരു ടോട്ടൽ ബേസ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പഠിച്ചെടുക്കാം. പഠിത്തം പ്ലസ് ഇക്വേഷൻ ആണ് നമ്മളെ ഒരു പെട്ടെന്ന് സക്സസ് കിട്ടിയില്ലെങ്കിൽ ഫൈനലി നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കുന്നത് ഇക്വേഷൻ പ്ലസ് പഠിത്തം അപ്പോൾ കൂടെയാണെന്ന് മനസ്സിലായി. അപ്പോൾ മൊത്തത്തിൽ ഒരു റീസെർച്ച്, ആ ഒരു യോജിച്ച വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു റീസെർച്ച്. ബിടെക്കിന് കുറെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയോ പഠിച്ചല്ലേ, അതൊക്കെ ഒന്ന് അൺലേൺ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള ഒരു ലെവലിലാണ് ഉദ്ദേശിച്ചത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് ഇപ്പൊ നല്ല കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ആണ്. ഏത് ഏരിയ ആണ് താല്പര്യം? ഇതിലോട്ട് സിഗ്നൽ ഡിസൈൻ, സ്റ്റഡീസിന് പോകണം, പഠിക്കണം എന്നൊക്കെയുള്ളതാണ് ആഗ്രഹം അല്ലേ. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ലെവലിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഗേറ്റ് എന്ന് പറയുന്ന എക്സാം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിനകത്ത് പോസിറ്റീവായിട്ട് സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റി, പ്ലസ് എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ എക്സാംസിനെ മാനേജ് ചെയ്യാൻ അല്ലേ, ടൈം മാനേജ്മെന്റ്, എക്സാംസ് എങ്ങനെ എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആ റൂട്ടിലുള്ള പ്രോഗ്രസ് എങ്ങനെയായിരുന്നു? ആദ്യം മുതലേ ഈ പറഞ്ഞൊരു എക്സാംസ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അതോ അവസാനം എത്തിയോ? ആദ്യമേ 3 മണിക്കൂർ ഇരിക്കാൻ തന്നെ നല്ല പിന്നെ മാർക്സും ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ എക്സാംസിലും നമുക്കൊരു 5% ഒരു 2% എക്സാംസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും അവസാനം ആകുമ്പോഴത്തേക്ക് അതൊരു ഹ്യൂജ് സംഭവമായിട്ട് മാറും. അതിപ്പോ ഫൈനലി ഗെയിം റിസൾട്ട് കിട്ടിയതെങ്കിലും മുന്നോട്ട് ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്ക് ഉറപ്പായിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇതേ സീറ്റിലെ ടോപ്പ് റാങ്കേഴ്സ് കുറച്ചുകൂടെ 100-നകത്ത് വന്ന റാങ്കേഴ്സ് ഒത്തിരി പേര് വന്നിരുന്നായിരുന്നു. പക്ഷെ എനിക്ക് അദ്വൈത് കുറച്ച് സ്പെഷ്യൽ കുറച്ച് പോയിന്റ്സ് കണ്ടിരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നതായിട്ട് ചില ടേക്ക് അവേ പോയിന്റ്സ് ആണ് തോന്നുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമുക്ക് ബിടെക് പഠിക്കുമ്പോൾ ഒരു കണക്ഷനും ഇല്ല, ഒത്തിരി പേർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ അത് അല്ലെ, ടീച്ചേഴ്സിനും ഒരു തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലായിരുന്ന ഒരു ഇതിനെ പറ്റിയാണ് ഓർഡർ പറഞ്ഞത് അല്ലേ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഗേറ്റ് അല്ലെ, ഗേറ്റ് പ്രോഗ്രാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ ഒരു റീസെർച്ച്, അതെല്ലാം അൺലേൺ ചെയ്തിട്ട് ഒന്നേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്, അതിനെപ്പറ്റി പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾ ഇപ്പൊ സ്കോർ ചെയ്യുന്ന റാങ്ക് 100 പുറത്താണ്, പക്ഷെ 500-നകത്ത് നമുക്ക് വരാൻ പറ്റും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഒരു ഹോപ്പ് ഉണ്ട്, അതായത് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശം. പ്രിപ്പറേഷൻ്റെ ആ ഒരു ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാൻ പറ്റുന്നത്. ഒരു നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ചുകൂടി ഒന്ന് ഒരു ഹാർഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ ഏതായെങ്കിലും നല്ലയിടത്ത് എത്താൻ പറ്റുന്നത് ആ ഒരു ഹോപ്പ്, ആ ട്രസ്റ്റ്. എല്ലാ ആശംസകളും ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ നന്നായിട്ട് സ്പെഷ്യലൈസേഷൻ ഇപ്പൊ ഈ എംടെക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരുപാട് വേറെ ടെക്നിക്കൽ എക്സാംസ് ഇതേ സിലബസ് തന്നെ ഉണ്ട്. അതെല്ലാം എഴുതുക, തീർച്ചയായിട്ടും നല്ലൊരു റാങ്കും നല്ലൊരു റിസൾട്ട് നേരിട്ട് കാണാം. ഓക്കെ.